ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പാൽഗോവ ഉണ്ടാക്കാം. ഇതിനായി അടുപ്പിൽ കട്ടിയുള്ള ഒരു പാത്രം വച്ച് അതിൽ 1 ലിറ്റർ പാലൊഴിച്ച് നല്ലപോലെ തിളപ്പിക്കുക. പാൽ നല്ലവണ്ണം തിളച്ചു വരുമ്പോൾ ഒരു ചട്ടുകമോ തവിയോ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ സമയം പാൽ പാത്രത്തിനടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടരെ ഇളക്കി കൊടുത്ത് പാൽ നല്ലപോലെ വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം പാൽ പകുതിയോളം വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നല്ലപോലെ വറ്റിച്ച് വെള്ളമില്ലാതെ എടുക്കുക. പാൽ ഇളക്കി വറ്റിച്ചെടുക്കുക എന്നത് കുറച്ച് സമയവും ക്ഷമയും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പാൽ ഏകദേശം 1/4 ഭാഗത്തോളം വറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നല്ലപോലെ വറ്റാനുണ്ട്. ഇപ്പോഴും നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പാൽ നല്ലവണ്ണം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം കുമിളകൾ ഒന്നും തന്നെ വരാതെ നല്ലപോലെ കട്ടിയായി വറ്റുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പാൽ നല്ലപോലെ കട്ടിയായി കഴിഞ്ഞതിന് ശേഷം അടുപ്പണയ്ക്കുക. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാവുന്നതാണ്. വീണ്ടും ഈ ചേരുവകളെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ സ്വാദിഷ്ടമായ പാൽഗോവ റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ പാൽഗോവ ചെറിയ ബട്ടർ പേപ്പറുകളിലേക്ക് മാറ്റി പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുമ്പോൾ മുറിച്ച് ഉപയോഗിക്കാവുന്നതും ആണ്. കൂടാതെ ഉടനെ തന്നെ ചെറിയ ഡിഷുകളിലേക്ക് മാറ്റി അങ്ങനെ തന്നെ കഴിക്കാവുന്നതുമാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിന്നി സ്പേസ്.